അതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഇസ്ലാമിക് ഫെമിനിസം. സോ ശരിക്കും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുക? ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ പറ്റും, അഫ്ഗാനിസ്ഥാനിൽ പറ്റില്ല, ഓക്കെ, സൗദി അറേബ്യയിൽ പറ്റില്ല. അതായത് ഇസ്ലാമിക രാജ്യം ഉള്ളിടത്ത് നടക്കില്ല. ഇസ്ലാമിക രാജ്യം അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ സ്ത്രീപക്ഷവാദികളായിട്ട് ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് ഫെമിനിസം പറയുന്ന ആളുകളൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് എൻ്റെ വക ഞാൻ സ്പോൺസർ ചെയ്ത് തരാം. നിങ്ങളെല്ലാവരും ഇവിടെ അഫ്ഗാനിസ്ഥാനിലേക്ക് അതുപോലെ സൗദിയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ഈ സാധനമൊക്കെ ഒന്ന് പ്രചരിപ്പിച്ച് കാണിച്ചതാണ്. എന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് അവർക്ക് അവിടെ സാധിക്കില്ല. ഇത് ജനാധിപത്യം ഉള്ളിടത്തേ നടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ, വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യ വിരുദ്ധമാണ്, ഫാഷിസമാണ്. അവിടെ സ്ത്രീകൾ അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്. ഓരോ മുസ്ലിം വീട് ഒരു ഭീകര സംഘടനയാണെന്ന് പറയുന്നതിന് കാരണം തന്നെയാണ്. കാരണം ഭീകര സംഘടന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ പ്രശ്നമൊക്കെ തോന്നും. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. എല്ലാ വീട്ടിലും, ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഓരോ എക്സ് മുസ്ലിം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ഒരു അനുഭവം പറയാനുണ്ടാവും. അവരുടെ വീട്ടിൽ നിന്ന് നേരിട്ടുള്ള ഭീകരത, അത് അടിയുടെ രൂപത്തിലാകാം, ഇതുപോലെ വിവേചനം കാണിച്ചതിൻ്റെ പേരിലാകാം, നിഷേധങ്ങളാകാം, അവരെ മറ്റു രീതിയിൽ പല സംഗതികൾ, ഇപ്പോൾ കുടുംബം ബന്ധം അവസാനിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് നടക്കും. പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം അവിടെ തീരും.